നീ ആ ചലനം തിരിച്ചറിയണം. You should understand that movement. പുറമേയുള്ള കണ്ണിനപ്പുറം More than your external eyes. ഒരു വചനം ഇറങ്ങി വരുമ്പോൾ, When the word comes down, അസാധാരണ മൂവ് സംഭവിക്കുമ്പോൾ, when extraordinary moves happen, ആത്മമണ്ഡലം കാണണം. you should see the spiritual world. നടുവിൽ നിന്റെ കണ്ണുകൾക്ക്, എന്റെ കണ്ണുകൾക്ക് പുറമേയുള്ള കണ്ണുകൾക്ക് അപ്പുറമായി അവൻ വന്നത് കാണണം. More than the outward eyes, you should see him. അവന്റെ കൂടെ അവന്റെ ദൂതന്മാർ വന്നത് കാണണം. See that his angels are here. അവൻ വന്നത് ചുമ്മാതല്ലെന്ന് അറിയിക്കും. He will prove that he does not come without an ഒന്നെങ്കിൽ reason. നീ അവനെ തൊടണം, Either you touch him അല്ലെങ്കിൽ അവൻ നിന്നെ തൊടണം. or he should touch you. അവന്റെ വചനം ഇറങ്ങി വരുമ്പോ When his word comes നീ down, ആ വചനത്തെ പിടിച്ചാൽ if you take hold of his word, ചിന്തിക്കുന്നതിനപ്പുറമുള്ള സകല ചങ്ങലകളും ആത്മാവിനോട് പദം പറയുന്നു. നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നടക്കാൻ കഴിയാതെ നിന്റെ കാലിൽ ബന്ധിച്ച ചില ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഓടാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ കാതുകളെ, ഇടയ്ക്കിടയ്ക്ക് എന്റെ കരത്തെ, ഇടയ്ക്കിടയ്ക്ക് എന്റെ നാവിനെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന ശാല വ്യാപാരങ്ങൾ ഇന്നത്തോടുകൂടി വഴിമാറട്ടെ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇതുപോലെ ഏറ്റെടുത്ത് ചിലത് കൽപ്പിച്ചാൽ ഇന്ന് മുതൽ അതിന്റെ മേൽ വാഴുന്നൊരു നിയോഗം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് ആത്മാവിനോട് പറയാൻ പറയുന്നു. Spirit of God is saying, if you are ready to command in the name of Jesus, all the chains, all the strongholds are going to turn away.